നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മന്ത്രി ആർ ബിന്ദുവിന്റെ വസതിയിലേക്ക് KSU സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കിയ മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്ന് KSU. നിപ 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട് കൂടുതൽ മേഖലകളിൽ കണ്ടെയ്ൻമെന്റ് സോൺ. പനി, മസ്തിഷ്ക ജ്വരം എന്നിവ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശം. ചരിത്രം കുറിച്ച് 18 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി ആക്സിയം 4 സംഘം ഇന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങും. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ശുഭാംശു ശുക്ലയും സംഘവും ഭൂമി തൊടും. ഇരട്ട ന്യൂനമർദ്ദത്തിന് പിന്നാലെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. കേരളത്തിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട KSU പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. പ്രകടനം പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ച് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് KSU പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ പ്രകടനം പോലീസ് നിരവധി തവണ ജലപീരങ്കി ഉപയോഗിച്ച് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവുമായി. മന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. തുഗ്ലക് പരിഷ്കാരത്തിലൂടെ കീം പ്രതിസന്ധി സൃഷ്ടിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അവതാളത്തിലാക്കി വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുന്ന മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് KSU മാർച്ച് നടത്തിയത്. മന്ത്രിയുടെ കോലവുമായി തിരുവനന്തപുരം DCC ഓഫീസിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകരാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. വിദ്യാഭ്യാസ ലോബിക്ക് വേണ്ടി സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തീരെഴുതുകയാണെന്നും മന്ത്രി രാജിവെക്കണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു. M5 ന്യൂസ്, തിരുവനന്തപുരം. ഇവിടെ കീമിന്റെ വിഷയം വളരെ ഗൗരവകരമായി. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അപേക്ഷ ക്ഷണിച്ച് പ്രോസ്പെക്ടസ് ഇറങ്ങി. മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾ അപേക്ഷിച്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ നടത്തി. പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി ഇവിടെ ഇതിലെ പ്രോസ്പെക്ടസിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് നിശ്ചിതമായി ഏൽക്കേണ്ടി വരുമ്പോഴും അത് സർക്കാർ ഗൗരവ വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇനി പറയുന്നു, ഇതിന് ആദ്യ ദിവസം റാങ്ക് പട്ടികയിൽ 1, 2, 5, 10 എല്ലാം വന്ന വിദ്യാർത്ഥികൾ പിന്നെ 100-നും 1000-നും എല്ലാം പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും സർക്കാർ പറയുകയാണ് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് സർക്കാർ പറയുകയാണ്. ഇതിൻ്റെ നിയമ നടപടികളുമായിട്ടോ മറ്റ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടോ മുന്നോട്ട് പോകാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഈ സർക്കാരിൻ്റെ നിലപാടിൽ നിന്ന് കാര്യങ്ങളെല്ലാം സുവ്യക്തമാണ്. ഇതൊന്നും സർക്കാരിൻ്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ അജണ്ടയായി മാറുന്നില്ല. ഇവിടെ കേരളത്തിലെ കീമിന്റെ വിദ്യാർത്ഥികളുടെ മാത്രം എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. അതിലെല്ലാം SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരക്ഷരം ഉരിയാടാൻ സാധിക്കാത്ത സാഹചര്യമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിനെതിരായ ജനരോക്ഷം വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് കേരള സർവകലാശാലയിലെ അനാവശ്യ പ്രശ്നങ്ങളെന്ന M. വിൻസെന്റ് MLA. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധമല്ല കേരള സർവകലാശാലയിൽ നടക്കുന്നതെന്നും സർക്കാരിന്റെ അജണ്ട മാറ്റുന്നതിനായി പ്രശ്നങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കുകയാണെന്നും വിൻസെന്റ് MLA തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത വിഷയങ്ങളുടെ പേരിലാണ് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ ഇരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നാലും ഇപ്പോൾ വന്ന ഗവർണർ അർലേക്കർ ആയിരുന്നാലും സർക്കാരിനെ അജണ്ട മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കുന്ന ഒരു നടപടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ ഇവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളുടെ പേരിലാണോ, അക്കാഡമിക് എക്സലൻസ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണോ, അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലാണോ, ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കുകയാണ്. ഈ കാര്യത്തിലുള്ള ഗവർണറുടെ നടപടിക്കെതിരായി മുഖ്യമന്ത്രി ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല. മുഖ്യമന്ത്രിയുമായി ഒരുമിച്ച് പ്രാതലും ഡിന്നറും ലഞ്ചും എല്ലാം കഴിക്കുന്ന ഒരു ഗവർണർ, ആ ഗവർണർ നടത്തുന്ന ഈ നടപടിക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ മൗനമുണ്ടാകുന്നു. സംസ്ഥാനത്ത് വീണ്ടും നിപ രോഗബാധ കണ്ടെത്തിയ സാഹചര്യത്തിൽ 6 ജില്ലകളിലെ ആശുപത്രികൾക്ക് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, വയനാട് എന്നീ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം. ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. രോഗികളോടൊപ്പം സഹായിയായി ഒരാൾ മാത്രമേ പാടുള്ളൂ.
ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ നിപ്പ ബാധിച്ച 57-കാരൻ മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പോസിറ്റീവെന്ന് കണ്ടെത്തിയത്. ഉടൻ തന്നെ സമ്പർക്കത്തിലുള്ളവരെ കണ്ടെത്താനുള്ള കോൺടാക്ട് ട്രേസിംഗ് ആരംഭിച്ചു. ഈ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 46 പേരെ കണ്ടെത്തി. CCTV ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുമുണ്ട്. ഫാമിലി ട്രീയും തയ്യാറാക്കി. പ്രദേശത്ത് ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഫീവർ സർവൈലൻസും തുടരുന്നുണ്ട്. മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ എടുത്ത് കൂടുതൽ നിരീക്ഷണം നടത്തും. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സ്ഥിരീകരണം ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. നിപ്പ പട്ടികയിൽ ആകെ 543 പേരാണ് ഉള്ളത്. അതിൽ 46 പേരെ പുതിയ കേസിന്റെ സമ്പർക്ക പട്ടികയിലുള്ളവരാണ്. മലപ്പുറം ജില്ലയിൽ 208 പേരും പാലക്കാട് 219 പേരും കോഴിക്കോട് 114 പേരും എറണാകുളത്ത് 2 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 10 പേരാണ് ചികിത്സയിലുള്ളത്. 2 പേർ ICUവിൽ ചികിത്സയിലുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇതുവരെ 62 സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട്. പാലക്കാട് ഒരാൾ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്താകെ 36 പേർ ഹൈയസ്റ്റ് റിസ്കിലും 128 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമൻ ഭരണകൂടവുമായി ചർച്ച നടത്തിയെന്നാണ് വിവരം. യമൻ പൗരന്റെ ബന്ധുക്കളുമായും ആശയവിനിമയം നടത്തിയെന്നാണ് സൂചന. ആശാവഹമായ മറുപടി ലഭിച്ചതായും കാന്തപുരവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും കത്തയച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി ജയശങ്കറിനും മുഖ്യമന്ത്രി കത്ത് നൽകിയിട്ടുണ്ട്. അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ടാണ് കത്തയച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടണമെന്നാവശ്യപ്പെട്ട KC വേണുഗോപാൽ MPയും കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു. 4 ദിവസം മാത്രമാണ് ഇനി മുന്നിലുള്ളതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ കാര്യക്ഷമമായി വിഷയത്തെ കാണണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അടിയന്തരമായി സംസ്ഥാന മന്ത്രിതല സംഘം പ്രധാനമന്ത്രിയെ കാണണമെന്നും ഒരു ജീവൻ പ്രശ്നമാണെന്ന പരിഗണനയിൽ മുഖ്യമന്ത്രി കൂടുതൽ ഗൗരവത്തോടെ വിഷയം കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിമിഷപ്രിയയ്ക്കായി ഇടപെടണമെന്നാവശ്യപ്പെട്ട പാർലമെന്ററി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, ജോൺ ബ്രിട്ടാസ്, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരും ചാണ്ടി ഉമ്മൻ MLA, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എന്നിവരും രംഗത്തെത്തിയിരുന്നു. സ്കൂൾ സമയമാറ്റം വിവാദമായതോടെ കോടതി വിധിയും വിദ്യാഭ്യാസ നിയമങ്ങളും വിശദീകരിച്ച് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളെ ബോധ്യപ്പെടുത്താൻ സർക്കാർ. മുഖ്യമന്ത്രി മടങ്ങി വന്ന ശേഷം ചർച്ച ആലോചിക്കുമെന്നും സംശയമുള്ള എല്ലാവരെയും വിളിക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ സമയമാറ്റമില്ല. ഹൈസ്കൂളിൽ മാത്രമേ അരമണിക്കൂർ അധിക പഠനമുള്ളൂ. കോടതി വിധി അനുസരിച്ച് പുറത്തിറക്കിയതാണ് സ്കൂൾ വിദ്യാഭ്യാസ കലണ്ടർ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് രാജ്യത്ത് 2ാം സ്ഥാനത്തെത്തിയാൽ സമസ്തയുടെയും പിന്തുണയുണ്ടെന്ന് പ്രശംസിച്ച മന്ത്രി അത് ഇനിയും ആവശ്യമാണെന്നും അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ നിയമങ്ങൾ മാറ്റണമെങ്കിൽ നിയമസഭയിൽ ഭേദഗതി വരുത്തണം. കോടതി വിധിയിലും വിദ്യാഭ്യാസ സമയങ്ങളിലും ചർച്ചയില്ല. നിയമമനുസരിച്ച് സമയമാറ്റം പുനരാലോചിക്കാനാവില്ല. നിയമപ്രശ്നം കോടതി വിധിയും ബോധ്യപ്പെടുത്തും എന്ന് മന്ത്രി പറഞ്ഞു. താൻ ആരെയും വെല്ലുവിളിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കിയ കലണ്ടറിനെതിരെ കോടതിയിൽ പോയത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അധ്യാപക സംഘടനകളായിരുന്നു. UDF ഭരണകാലത്ത് രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം സമയം കൂട്ടിയപ്പോൾ ഒരു വിവാദവും ഉണ്ടായില്ല എന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്താകമാനം BLM സൊസൈറ്റിയുടെ 500-ലധികം ശാഖകൾ തുറക്കുകയാണ് ലക്ഷ്യമെന്ന് BLMന്റെ അമരക്കാരൻ R പ്രേംകുമാർ പറഞ്ഞു. ശാഖകൾ 500 തികയ്ക്കാനുള്ള ശ്രമത്തിലാണെന്നും എല്ലാ ജനങ്ങൾക്കും എല്ലാം കിട്ടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും വലിയ സന്തോഷ ദിനമാണിന്ന്. ഒരേ ദിവസം 2 ബ്രാഞ്ച്. അതുമാത്രമല്ല, ഇന്ന് കേരളത്തിൻ്റെ ജനതകളെ ഒരു ഐശ്വര്യത്തിൻ്റെ മുഖമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് BLM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളതിന് ഈ സമയത്ത് പറഞ്ഞു. അടുത്ത എയിം എന്താണ്? 130 കഴിഞ്ഞതിന് അടുത്ത ലക്ഷ്യം എന്താണ്? തീർച്ചയായിട്ടും അടുത്തത് ഇതിൻ്റെ കൂടെ ഒരു 500 നമ്മളെ ലക്ഷ്യം. അതിനോട്ടുള്ള ഓട്ടത്തിന് തുടക്കമാണ്. എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും എല്ലാം കിട്ടണമെന്നാണ് BLMയുടെ എണ്ണം. അത് നമ്മൾ കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക ഷാർജിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും അന്വേഷണം. ആത്മഹത്യാ പ്രകടനവും സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി കുണ്ട്ര പോലീസ് കേസെടുത്തു. ഭർത്താവ്, ഭർത്തൃപിതാവ്, ഭർത്താവിന്റെ സഹോദരി എന്നിവർ കുറ്റാരോപിതരാണ്. വിഭജികയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി. മരണശേഷം വിഭജികയുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ അപ്രത്യക്ഷമായത് തെളിവ് നശിപ്പിക്കലെന്ന നിഗമനത്തിലാണ് സൈബർ പോലീസിന്റെ പ്രത്യേക അന്വേഷണം. ഭർത്താവ് നിതീഷിൽ നിന്നും പീഡനമേറ്റതിന്റെ ചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും വിഭജിക മരണത്തിനു മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇവയൊക്കെ ഡിജിറ്റൽ തെളിവായി പോലീസിന് നൽകിയിട്ടുണ്ട്. ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് വിഭജിക ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. M5 ന്യൂസ്, കൊല്ലം. അമേരിക്കൻ ചികിത്സ കഴിഞ്ഞ മുഖ്യമന്ത്രി നാളെ കേരളത്തിലെത്തും. ഇന്ന് വൈകുന്നേരം ദുബൈയിൽ എത്തിച്ചേരുന്ന മുഖ്യമന്ത്രി നാളെ പുലർച്ചെ തിരുവനന്തപുരത്തെത്തും. ഈ മാസം 5-നാണ് മുഖ്യമന്ത്രി ആരോഗ്യ പരിശോധനയ്ക്കായി അമേരിക്കയിലേക്ക് പോയത്.
മുഖ്യമന്ത്രിയും ഭാര്യ കമല വിജയനുമുണ്ട് യാത്രയിൽ. ദുബായിൽ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല. ചൊവ്വാഴ്ച അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് വിവരം. ചികിത്സയ്ക്കായി ജൂലൈ 5-നാണ് മുഖ്യമന്ത്രി US-ലേക്ക് പോയത്. US-ൽ മിനസോട്ടയിലെ മയോ ക്ലിനിക്കിലായിരുന്നു ചികിത്സ. ഇത് 4ാം തവണയാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയത്. നേരത്തെ നടന്നിരുന്ന ചികിത്സയുടെ തുടർച്ചയായുള്ള പരിശോധനയ്ക്കായിരുന്നു യാത്ര. 2018 സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി ആദ്യമായി വിദേശ ചികിത്സയ്ക്ക് പോയത്. 2022 ജനുവരി 11 മുതൽ 26 വരെയും ഏപ്രിൽ അവസാനവും ചികിത്സയ്ക്കായി US-ലേക്ക് പോയിരുന്നു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. മുതിർന്ന കുട്ടികളുടെ പീഡനം സഹിക്കാനാവില്ലെന്ന പരാതി. ശ്രീചിത്ര ഹോമിൽ 3 പെൺകുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. 16, 15, 12 വയസ്സുള്ള പെൺകുട്ടികളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. 16, 15, 12 വയസ്സുള്ള പെൺകുട്ടികളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. 2 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒരാൾ SAT ആശുപത്രിയിലും ചികിത്സയിലാണ്. ഇന്നലെ രാത്രിയാണ് കുട്ടികൾ ഗുളിക വിഴുങ്ങി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഉടൻ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിലെ 14ാം വാർഡിലാണ് 2 കുട്ടികൾ ചികിത്സയിലുള്ളത്. സംസ്ഥാന വനിതാ ശിശു വകുപ്പിന് കീഴിലുള്ളതാണ് ശ്രീചിത്ര ഹോം. ശ്രീചിത്ര ഹോമിലെ മുതിർന്ന കുട്ടികളുടെ പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് കുട്ടികളുടെ പരാതി. വിഷയം ശ്രീചിത്ര ഹോമിലെ അധികാരികളോട് പരാതിപ്പെട്ടിട്ടും ഇടപെടൽ ഉണ്ടായില്ല എന്നുമാണ് കുട്ടികളുടെ പരാതി. M5 ന്യൂസ്, തിരുവനന്തപുരം. തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. പട്ടം SUTയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യം മെഡിക്കൽ ബോർഡ് ചേർന്ന് വിലയിരുത്തിയ ശേഷമാണ് ബുള്ളറ്റിൻ പുറത്തുവിട്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു മരിക്കാനിടയായ സംഭവം ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് AK വേലപ്പൻ നായരുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണയിൽ നേതാക്കളായ പേട്ട ജയകുമാർ, S മഹേശ്വരൻ, വിജയമോഹൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ 14 ജില്ലകളിലും നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മെഡിക്കൽ നമ്മൾ ഈ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ധർണയിലെ പ്രധാനപ്പെട്ട 2 മുദ്രാവാക്യം, ഒന്ന് മന്ത്രി വീണ ജോർജ് രാജിവെക്കുക, 2 കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക. പ്രധാനമായി മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞത് രാഷ്ട്രീയ വിനോദം കൊണ്ട് പറഞ്ഞതല്ല. കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും, അത് മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, ജില്ലാ ആശുപത്രികൾ, പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ തുടങ്ങിയ കേരളത്തിലെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും ഒരു മുറിവ് പറ്റിയ ഒരു രോഗി ചെന്നാൽ ആ മുറിവ് പറ്റിയവന്റെ ആ വ്രണം വെച്ച് കെട്ടണമെങ്കിൽ പഞ്ഞിയും കെട്ടാനുള്ള തുണിയും ആ പേഷ്യന്റിന്റെ കൂടെ വരുന്നവൻ വാങ്ങിച്ചു കൊടുക്കണം. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്നു. ലിറ്ററിന് വില 450 രൂപയ്ക്ക് മുകളിൽ. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഹോൾസെയിൽ മാർക്കറ്റുകളിൽ 420, റീറ്റെയിൽ കടകളിൽ 450-നും 480-നും മുകളിലാണ് വില. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിച്ചുയരുകയാണ്. ലിറ്ററിന് വില 450 രൂപയ്ക്ക് മുകളിലാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഹോൾസെയിലിൽ മാർക്കറ്റുകളിൽ 420-ഉം റീറ്റെയിൽ കടകളിൽ 450-നും 480-നും മുകളിലാണ് വില. ഓണം എത്തും മുൻപ് 600 കടക്കുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. തേങ്ങയുടെ ക്ഷാമവും വിലവർധനയും കൊണ്ടുതന്നെ അടുത്തെങ്ങും വെളിച്ചെണ്ണയുടെ വില താഴേക്കിറങ്ങുന്ന ലക്ഷണമില്ല. 180 രൂപയിൽ നിന്നാണ് ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണ വില 600-നടുത്ത് എത്തിയിരിക്കുന്നത്. വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുന്നത് കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കുന്നതായി വീട്ടമ്മമാർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. വെളിച്ചെണ്ണയുടെ വില ഉയരുന്നത് കൊണ്ട് പാം ഓയിലിനും സൾഫർ ഓയിലിനും ആവശ്യകത വർദ്ധിക്കുകയാണ്. വിപണിയിൽ വ്യാജ വെളിച്ചെണ്ണ കടന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വിലക്കയറ്റം ഈ നിലയിൽ തുടരുകയാണെങ്കിൽ ഇത്തവണത്തെ ഓണസദ്യയിൽ വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത ഇനങ്ങളുടെ അളവും കുറയാനാണ് സാധ്യത. M5 ന്യൂസ്, തിരുവനന്തപുരം. തൃത്താല മുൻ MLA VT ബൽറാമിനെതിരെ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രന്റെ വിമർശനത്തിന് മറുപടിയുമായി VT ബൽറാം രംഗത്ത്. തൃത്താലയിലടക്കം ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അതിനെ പുറകിൽ നിന്ന് കുത്തുന്ന സമീപനം ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകരുതെന്ന ബൽറാമിന്റെ പരാമർശം. പാലക്കാട് ചാലിശ്ശേരി ആലിക്കരയിലെ കുടുംബസംഗമത്തിലായിരുന്നു VT ബൽറാമിന്റെ മറുപടി. കേരളം മാറ്റത്തിന് തയ്യാറായിരിക്കുമ്പോൾ ജനവികാരത്തെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവണം. വ്യക്തികളല്ല, നാടിന്റെ ജനവികാരമാണ് പ്രധാനം. തിരുത്തലിന് വേണ്ടി തൃത്താല തയ്യാറായി നിൽക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ആ അന്തരീക്ഷം ഇല്ലാതാകരുതെന്നും VT ബൽറാം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസമാണ് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമിനെതിരെ വിമർശനവുമായി
CV ബാലചന്ദ്രൻ രംഗത്തെത്തിയത്. ബൽറാം നൂലിൽ കെട്ടിയ MLA ആയ ആളാണെന്നും പാർട്ടിക്ക് വേണ്ടി ഒരു പ്രവർത്തനവും നടത്താതെ പാർട്ടിയെ നശിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ബൽറാമിൽ നിന്നുണ്ടാകുന്നതെന്നുമായിരുന്നു ബാലചന്ദ്രന്റെ വിമർശനം. ഇതിന് പിന്നാലെ പരോക്ഷ മറുപടിയുമായി ബൽറാം രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. M5 ന്യൂസ് പാലക്കാട്. കോളേജ് വിദ്യാർത്ഥിയുടെ മുഖം മോർഫ് ചെയ്ത നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് പണം തട്ടാൻ ശ്രമിച്ച യുവാക്കൾ പിടിയിൽ. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളായ മുഹമ്മദ് തസ്രീഫ്, മുഹമ്മദ് നിദാൽ, മുഹമ്മദ് ഷിഫിൽ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പ്രതികൾ വ്യാജ ഇൻസ്റ്റഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് ചിത്രങ്ങളും വീഡിയോയും അയച്ച ശേഷം 5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു. പണം കൊടുത്തില്ലെങ്കിൽ നഗ്നദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. സ്കൂൾ പഠനകാലത്ത് പെൺകുട്ടിയുടെ സീനിയറായിരുന്നു മുഹമ്മദ് ആരിഫ്. പെൺകുട്ടിയുടെ പരാതി പ്രകാരം കൊണ്ടോട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പെൺകുട്ടി തന്റെ സ്വർണം പ്രതികൾക്ക് നൽകാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് പെൺകുട്ടിയെ പിന്തുടരുകയും സ്വർണം കൈക്കലാക്കിയ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. M5 ന്യൂസ് മലപ്പുറം. പാലക്കാട് വാണിയംകുളത്ത് ഓട്ടോറിക്ഷയും ടെമ്പോ ലോറിയും കൂട്ടിയിടിച്ച ഡയാലിസിസ് രോഗി മരിച്ചു. മായന്നൂർ പൂളക്കൽ വീട്ടിൽ പത്മാവതിയാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. അപകടത്തിൽ മായന്നൂർ പൂളക്കൽ വീട്ടിൽ പത്മാവതിയാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ചികിത്സയ്ക്കിടെ മരണം സംഭവിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയാണ് അപകടമുണ്ടായത്. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡയാലിസിസ് കഴിഞ്ഞ ശേഷം മായന്നൂരിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ എതിരെ വന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഇവരുടെ മക്കൾ പ്രജിഷ, ജിഷ, മരുമകൻ അയ്യപ്പദാസ് എന്നിവർക്കും പരിക്കേറ്റു. M5 ന്യൂസ് പാലക്കാട്. ചരിത്രം കുറിച്ച് 18 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കിയ ആക്സിയം 4 സംഘം ഇന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങും. വൈകിട്ടാണ് മടക്കയാത്ര ആരംഭിക്കുക. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ സുഭാംശു ശുക്ലയും സംഘവും ഭൂമി തൊടും. സർക്കാർ സഹായത്തോടെയുള്ള ലോകത്തെ 2ാമത്തെ സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് പൂർത്തിയാക്കുന്നത്. അമേരിക്ക ആസ്ഥാനമായുള്ള ആക്സിയം സ്പേസസും സ്പേസ് എക്സും ISROയും നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നുള്ള സംയുക്ത ദൗത്യമാണിത്. കഴിഞ്ഞ ജൂൺ 25-നാണ് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് 4-അംഗ സംഘം ഉൾക്കൊള്ളുന്ന ഡ്രാഗൺ പേടകത്തെയും വഹിച്ച സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 90 റോക്കറ്റ് കുതിച്ചുയർന്നത്. ജൂൺ 26-ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ദൗത്യസംഘം നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ 4 ദിവസം അധികം നിലയത്തിൽ ചെലവഴിച്ചാണ് ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ഭാവി ബഹിരാകാശ യാത്രകൾക്കും ശാസ്ത്ര ഗവേഷണങ്ങൾക്കും മുതൽക്കൂട്ടാകുന്ന 60 പരീക്ഷണങ്ങളാണ് സംഘം പൂർത്തിയാക്കിയത്. അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പൈലറ്റുമാരുടെ സംഘടന കോടതിയിലേക്ക്. അന്വേഷണ സംഘത്തിൽ സംഘടനയിലെ വിദഗ്ധ പൈലറ്റുമാരെ ഉൾപ്പെടുത്തണമെന്നാണ് പൈലറ്റുമാരുടെ സംഘടനയുടെ ആവശ്യം. തുടരന്വേഷണത്തിലും സുതാര്യതയുണ്ടാകില്ലെന്ന് സംഘടന ആവശ്യപ്പെടുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ പ്രാഥമിക റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പൈലറ്റുമാരെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ബാലിശമാണെന്നും ഫ്യുവൽ സ്വിച്ച് ഓഫ് ആയതിനു പിന്നിൽ യന്ത്രത്തകരാർ സംഭവിച്ചോ എന്ന് വിശദമായ അന്വേഷണത്തിൽ പരിശോധിക്കണമെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ മുൻ തലവൻ ആവശ്യപ്പെട്ടു. എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹത്തെ നിയന്ത്രിക്കുന്ന 2 സ്വിച്ചുകളും കട്ട് ഓഫ് പൊസിഷനിലായിരുന്നതിനു പിന്നിൽ പൈലറ്റുമാരാണെന്ന ധ്വനിയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്. കോക്പിറ്റ് റെക്കോർഡിലെ പൈലറ്റുമാരുടെ സംഭാഷണം മുഴുവൻ പുറത്തുവിടാതെ സംശയം ജനിപ്പിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് റിപ്പോർട്ടിൽ പങ്കുവച്ചിരിക്കുന്നത്. പൈലറ്റുമാരിലേക്ക് മാത്രം ചർച്ച കേന്ദ്രീകരിക്കുന്നതിൽ കടുത്ത അതൃപ്തി ഉയരുന്നുണ്ട്. ഇനി കാലാവസ്ഥ. ഇരട്ട ന്യൂനമർദ്ദത്തിന് പിന്നാലെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. കേരളത്തിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിലും പശ്ചിമ ബംഗാളിലും മുകളിലായി ഇരട്ട ന്യൂനമർദ്ദത്തിനു പിന്നാലെ കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. കേരളത്തിൽ ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരളത്തിൽ നിലവിലെ സ്ഥിതി അടുത്ത 2 ദിവസം കൂടി തുടരും. തുടർന്നുള്ള ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടൽ, വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രങ്ങൾ സജീവമാകുന്നതിനനുസരിച്ച് കൂടുതൽ വർധനവിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വിലയിരുത്തുന്നത്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. 16, 17 തീയതികളിൽ എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 17-ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. M5 ന്യൂസ് തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി ആർ ബിന്ദുവിന്റെ വസതിയിലേക്ക് KSU സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു.
വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കിയ മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്ന് KSU. നിപ 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട് കൂടുതൽ മേഖലകളിൽ കണ്ടെയ്ൻമെന്റ് സോൺ. പനി, മസ്തിഷ്ക ജ്വരം എന്നിവ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശം. ചരിത്രം കുറിച്ച് 18 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി ആക്സിയം 4 സംഘം ഇന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങും. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ശുഭാംശു ശുക്ലയും സംഘവും ഭൂമി തൊടും. ഇരട്ട ന്യൂനമർദ്ദത്തിന് പിന്നാലെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. കേരളത്തിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.